പത്മജ ഇപ്പോൾ നമ്മളെല്ലായിടത്തും പറഞ്ഞേക്കുന്ന സംഗതി, കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഈ പല വിധത്തിലുള്ള ലഹരി ഉപയോഗം കേരളത്തിൽ യാതൊരു ക്ഷാമവുമില്ല. എവിടെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എന്ത് ലഹരി, രാസലഹരി വേണമെങ്കിൽ അത്, അതല്ല ഇനി ലിക്വിഡിൻ്റെ ഫോമിലുള്ളത് വേണമെങ്കിൽ അത്, കഞ്ചാവ് വേണമെങ്കിൽ അത്. ഇപ്പോൾ അങ്ങനെ പല ഇതിപ്പോൾ ലഹരി, ഇപ്പം നമ്മൾ ആ ഒരു സംഘടനകളിലേക്ക് എടുത്ത് നോക്കിയാൽ സംഘടനകളൊക്കെ ഇപ്പോൾ ലഹരി വിരുദ്ധ റാലി, ലഹരി വിരുദ്ധ ഓട്ടം ഇങ്ങനെയൊക്കെ നടത്തി അതിൽ ആഘോഷത്തിൻ്റെ രൂപത്തിലൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു റിയൽ പിക്ചർ എന്ന് പറയുന്ന സംഗതി വളരെ ഇതിനേക്കാളൊക്കെ ഭീകരമായ ഒരവസ്ഥയാണിത്. ഇതിനകത്ത് ഇപ്പം ഒരു ഈ ജനപ്രതിനിധി എന്ന നിലയിലും പത്മജ ഇപ്പോൾ പറഞ്ഞ ഒരു നേരത്തെ നമ്മളുള്ള സംഭാഷണത്തിനിടയിൽ ഒരു പോലീസ് ഓഫീസറെ കണ്ട കാര്യം പറയുകയാണ്. അത് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് പോലും, ഞാൻ ഈ നഗരത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും അതിനകത്ത് ഒരുപാട് പുതിയ സംഗതികൾ നമ്മളുടെ പുതിയ അറിവിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അത് നമ്മളുടെ മാധ്യമങ്ങളിലൂടെ പോലും നമുക്കത് പുറത്തു വരുന്നില്ല സംഗതി, വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില സംഗതികളൊക്കെ. അപ്പോൾ ആ ഒരു പോലീസ് ഓഫീസറുടെ സംഭാഷണമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ചർച്ചയിലേക്ക് പോലും നയിക്കുന്നത്. ശരിക്കും എന്താണ് ആ ഓഫീസർ താങ്കൾ അത് പറഞ്ഞതിന് മുമ്പ് ഇപ്പം താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് 2 പെൺകുട്ടികളെ അണ്ടർ കവർ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ഞാൻ പണ്ട് LTTയിലൊക്കെ പോയിരുന്ന പോലെ ജേർണലിസം സ്റ്റുഡൻസ് ആണ് അവർ കേട്ടോ. അവരെ ഞാൻ അയച്ചു. എൻ്റെ ഡിവിഷൻ, അതായത് എറണാകുളം സൗത്ത് എന്നുള്ള ഡിവിഷനിൽ ഏറ്റവും കൂടുതൽ നർക്കോട്ടിക്സിൻ്റെ അതിൻ്റെയൊക്കെ സെയിൽ നടക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല കിലോ കണക്കിന് അവിടുന്ന് പിടിക്കാറുമുണ്ട്. അപ്പോൾ ഈ 2 നല്ല പെൺകുട്ടികളെ ഞാൻ അയച്ചു പറഞ്ഞു, ഇവിടെ പോയി ചോദിക്കുക. അപ്പോൾ ഇവർ വെറുതെ ബാഗുമായിട്ട് ഇങ്ങനെയൊക്കെ ഞാനൊക്കെ കാണിച്ചു കൊടുത്തു. അവിടെ ചെന്നിട്ട് അവർ പറഞ്ഞു കഞ്ചാവ് കിട്ടും. അപ്പോൾ കഞ്ചാവില്ല, കൂടിയ ഇത് വേണമെങ്കിൽ ചോദിച്ചോളൂ തരാം. അപ്പോൾ അവർ MDMA അങ്ങനത്തെ കാര്യപ്പോൾ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ കേട്ടോ, ഞാൻ സാധനം കൊണ്ടുവരാം, ഗൂഗിൾ പേ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് അവിടെ നിൽക്കാൻ പേടിയായി, കാരണം ഒരു ഇതാവുമല്ലോ. ഇതുപോലെ ഒരു പുരുഷനെ ഞാൻ അയച്ചു. അപ്പോൾ എന്താ, കഞ്ചാവ് എടുത്ത് കൊടുക്കുക. എവിടെ, നമ്മളുടെ MG റോഡിൽ ദ്വാരകയുടെ അപ്പുറത്ത് ഞാൻ അദ്ദേഹത്തിന് അവിടെ നിന്ന് മാറ്റിച്ചു, നിർബന്ധമായിട്ട് പറഞ്ഞ് മാറ്റിച്ചു. കഞ്ചാവ് എന്താ. അപ്പോൾ അങ്ങേർക്ക് ഇപ്പോൾ ചോദിച്ചാൾക്ക് പേടിയാണ്, കാരണം മേടിക്കണമെങ്കിലും വല്ല ക്യാമറയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹവും കഞ്ചാവ് മേടിച്ചു എന്നല്ലേ, അപ്പോൾ അവിടെ ഉണ്ടെന്ന് ഉറപ്പാക്കി. പക്ഷെ ഇതിലൊക്കെ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ കാര്യം, നമ്മൾ പോലീസിനെ അല്ലെങ്കിൽ കോർപ്പറേഷനിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് മാറ്റിച്ചാൽ അരമണിക്കൂറിനുള്ളിൽ അതേ സ്ഥാനത്ത് അതേ ആൾ വന്നിരിക്കും. ഇതെങ്ങനെയാ? ഇതിൻ്റെ പുറകിലൊരു റാക്കറ്റ് ഉണ്ടോ? ഇപ്പോൾ ഞാനിങ്ങനെ ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് കറങ്ങാൻ പോകും. ആദ്യത്തെ ആളുടെ അടുത്ത് ചെല്ലുമ്പോൾ എനിക്കറിയാം എവിടെയൊക്കെയാണ് ഇരിക്കുന്നതെന്ന് അറിയാം. രണ്ടാമത്തെ ആളുടെ അടുത്ത് ഒന്നുമില്ലെങ്കിൽ അയാൾ മാത്രം ഉണ്ടാവും, അല്ലെങ്കിൽ കട മാത്രം ഉണ്ടാവും. അവരും ഒരു നെറ്റ്വർക്കാണ്, വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഒരാൾ എന്നോട് പറയാം, എന്താ ഇവിടെ മാത്രം എപ്പോഴും വരെ അവിടെ ഇരിക്കുന്നവനും ഇതാ വിൽക്കുന്നതെന്ന്, സൗത്ത് ഓവർബ്രിഡ്ജിന്റെ താഴെ ഇരിക്കുന്ന ആള്. ഇനി പോലീസ് പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. അതിനുമുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഒരു പ്രശസ്തമായ സ്കൂള്, അവിടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയും, എൻ്റെ അടുത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് എനിക്ക് ധൈര്യമായിട്ട് പറയുന്നത്. അച്ഛനും അമ്മയും 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടിയാണ്. ആ കുട്ടി ഇന്നസെന്റ് ആണ്. അച്ഛനും അമ്മയും ഈ റാക്കറ്റിലുള്ള ആൾക്കാരാണ്. അപ്പൊ അവര് മകനെ വിളിക്കാനെന്നുള്ള ഭാവത്തില് അവിടെ വന്ന് നിൽക്കും, സ്കൂളിന്റെ മുമ്പിൽ നിൽക്കും. എന്താ മോനെ വിളിക്കാൻ നിൽക്കുന്നു, ആവശ്യക്കാർക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയാണ്. മനസ്സിലായില്ലേ? അതിന്റെ അപ്പുറത്തിരിക്കുന്ന ഒരാള് ചെയ്യുന്നതെന്ന് വെച്ചാൽ കൊച്ചു കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ മുട്ടായി കൊടുക്കും. അപ്പോൾ അത് കഴിക്കും. രണ്ടാമത്തെ ദിവസം കൊടുക്കും. 3ാമത്തെ ദിവസം പറയും 2 രൂപ മുട്ടായിക്ക് വില. അപ്പം അമ്മ പറയും ശരി. 2-3 ദിവസം കഴിയുമ്പോൾ പറയും 5 രൂപയാണ്. അപ്പം അതും കൊടുക്കും. പിന്നെ പറയും 10 രൂപ. അപ്പം അമ്മ പറയും 10 രൂപയുടെ മുട്ടായൊന്നും കഴിക്കണ്ട, മുട്ടായി അധികം നല്ലതല്ല. അപ്പോൾ പിന്നെ അഡിക്ഷനായി. കുഴപ്പമില്ല, നീ നിന്റെ ഫ്രണ്ടിനെയും കൊണ്ടുപോവാ. അപ്പോൾ ഫ്രണ്ടും അഡിക്ഷനായി. എന്നെ ഈ ഇടയ്ക്ക് ഒരു വലിയ സ്കൂളിൽ പഠിക്കുന്ന 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും ഉള്ള ഒരു അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മക്കള് ഇങ്ങനെ മുട്ടായി, ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ആര് തന്നാലും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവർ മുട്ടായി കൊണ്ടു തരുന്നു, ഇതെനിക്കൊരു ലാബിലേക്ക് അയക്കാൻ പറ്റുമോ എന്ന്. നമുക്ക് അയക്കാമല്ലോ. ഒരേ സ്കൂളിനടുത്ത് വച്ച് വിൽക്കുന്ന ലോളിപോപ്പ് ഉണ്ടല്ലോ, അത് ഒരെണ്ണത്തിന് 2 രൂപ, ഒന്നിന് 5 രൂപ. രണ്ടും ഒരേപോലെയാണ്. 5ന് കിക്കുണ്ട്. ഒരു സ്കൂളിലേക്ക് കുട്ടികള് ഭയങ്കര അച്ചടക്കത്തോടെ ഒരു ക്ലാസ് മുറിയിലേക്ക് കയറി ചെല്ലുന്നു, അങ്ങനെ തിരിച്ചു വരുന്നു. അപ്പൊ ഹെഡ് മിസ്ട്രസിന് സംശയം തോന്നി, ഇത്ര കച്ചടക്കോ, കൈയൊക്കെ പുറകെ കെട്ടിയിട്ട് 7ാം ക്ലാസ്സിലെ കുട്ടികളാ. നോക്കുമ്പോ പശ എന്ന് പറയുന്ന ഒരു ഇത് വച്ചിരിക്കാം. 2 പ്രാവശ്യം വലിക്കുമ്പോൾ ഒരു കിക്ക് കിട്ടും, പുറത്തേക്ക് വരികയാണ്.
അപ്പം നമ്മൾ എങ്ങോട്ടേക്ക്, നമ്മൾ ഈ റാലി നടത്തി, ഞങ്ങളുടെ വിദ്യാഭ്യാസ കമ്മിറ്റിയിലാണ് ഞാൻ റാലി നടത്തി. അപ്പോൾ എൻ്റെ അടുത്ത് റാലിയല്ല, ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി ഒരു സഭ നടത്തിയപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറയാം, പത്മജയുടെ ആ പേടിപ്പെടുത്തുന്ന കഥകളൊന്നും പറയണ്ട, നമ്മൾ കഥകളല്ല സത്യമായ കാര്യങ്ങളാണ് പറയുന്നത്. ഈ റാലി നടത്തിയത് കൊണ്ട്, രാത്രി ഈ ടോർച്ചും കത്തിച്ച് ഓടിയത് കൊണ്ട് എന്താണിത്? പോലീസ് ഓഫീസറിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം പറയായിരുന്നു, നിങ്ങളൊന്ന് ബാംഗ്ലൂർ ഒരു ബസ്സിൻ്റെ പേര് പറഞ്ഞാൽ ഞാൻ പറയുന്നില്ല, അതിലൊന്ന് കയറി നോക്കൂ, 25 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് നിങ്ങൾ കാണുക. അത് ഇവർ പോകുന്നത് മുഴുവനും അവിടെ നിന്ന് ഈ മയക്കുമരുന്ന് കൊണ്ടുവരാൻ വേണ്ടിയാണ്. പത്മജ തലമുടി ഒന്ന് കെട്ടിവെക്കൂ, 10, 20, 30 ഗ്രാം സ്ത്രീകൾക്ക് എവിടെയൊക്കെ വെച്ച് കൊണ്ടുവരാം. ശരിയല്ലേ? നമ്മളിതിങ്ങനെ ഒരു കൊണ്ട കെട്ടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് തലമുടി ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് എങ്ങനെയൊക്കെ വെച്ച് കൊണ്ടുവരാം. ആ പോലീസ് ഓഫീസർ പറഞ്ഞ കാര്യമാണ്, സ്ത്രീകൾക്ക് എവിടെയൊക്കെ വെക്കാം, എവിടെയൊക്കെ ഞങ്ങൾക്ക് തപ്പാൻ പറ്റും, അല്ലേ? അപ്പൊ അതുകൊണ്ട് ആ ബസ്സിലൊന്ന് കയറി, ബസ്സിന്റെ പേര് സഹിതമാണ് അദ്ദേഹം പറഞ്ഞത്, കയറി നോക്കൂ, 25 വയസ്സിൽ താഴെയുള്ള ആൾക്കാരാണ് സഞ്ചാരികൾ ബാംഗ്ലൂരിലേക്ക്. 2 ദിവസം കഴിയുമ്പോൾ അവർ തന്നെയാണ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നത്. എവിടെ നിന്ന് എത്തുന്നു എന്നും ചോദിച്ചില്ലേ? നമ്മൾ ഓരോ ദിവസം TV ഓൺ ചെയ്യുമ്പോഴും കോടിക്കണക്കിന് രൂപയുടെ രാസലഹരികളാണ് ഇവിടെ വരുന്നത്. സാധാരണ കഞ്ചാവിനെക്കാട്ടിലും എത്രയോ മാരകമായ. ഇതിനകത്തൊരു ഒരു പ്രശ്നം വെച്ചാൽ നമ്മൾ ഇപ്പോഴും ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഏറ്റവും റീറ്റെയിലേഴ്സിന്റെ ആണ് ഫോക്കസ് എന്ന് പറയുന്നത്. അവസാനം അത് ഉപയോഗിക്കുന്നവരും വാങ്ങിക്കുന്നവരും. കാരിയേഴ്സിനെ കുറിച്ച് നമ്മൾ അധികം കാരിയേഴ്സിനെ കുറിച്ചും പോകുന്നില്ല, ഇതിന്റെ സോഴ്സിനെ കുറിച്ചും പോകുന്നില്ല. ഉദാഹരണത്തിന് എനിക്ക് എൻ്റെ എക്സൈസിലുള്ള ഒരു പോലീസ് ഓഫീസറുണ്ട്, അയാൾ ഇപ്പോൾ റിട്ടയർ ചെയ്തു. അയാൾ ഒറ്റ പരട്ടം നടത്തി ഇപ്പോഴും അയാൾക്ക് കേസുകളൊക്കെ ഉണ്ട്. അപ്പൊ അയാൾ പറഞ്ഞത്, അയാൾ എന്നെ കാണിച്ചു തന്ന വ്യക്തികളാണ്. അതായത് കരുവാറ്റയിൽ 10 വർഷത്തിന് മുമ്പ് വെറും ഈ സൈക്കിൾ പഞ്ചർ ഒട്ടിച്ചുകൊണ്ടിരുന്ന ഒരു കടക്കാരനായിരുന്നു. അയാളാണ് ഇന്ന് തെക്കൻ കേരളത്തിലെ ഹോൾസെയിൽ ഡീലർ, കംപ്ലീറ്റ് ഡീൽ ചെയ്യുന്നത്. മാത്രമല്ല പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഒരു നല്ല ഈ പറഞ്ഞ ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള കോടികളാണ് ഇന്ന് അയാൾ കൊടുക്കുന്നത്. 10 വർഷമായിട്ടുള്ള ആലോചിച്ചു നോക്കണം. അപ്പൊ അയാൾ പോലും റിയൽ സോഴ്സ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു വലിയ സോഴ്സിന്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഒരെണ്ണം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, എന്താണ്, ഒരു എഞ്ചിനീയർ നമ്മൾ എഡിസൺ, ഡാർക്ക് വെബിലിന്റെ. ഒരു 3 ദിവസമായിട്ടുണ്ടാവും തോന്നുന്നു. എന്താണ് അവിടെ വനിതാ പോലീസ്, ഞങ്ങളുടെ ഇതിൽ സ്കൂളൊക്കെ ഉള്ളതാണ്, വനിതാ പോലീസിൻ്റെ പിങ്ക് പട്രോൾ ഉണ്ട് കേട്ടോ. രാത്രി ഒരു 8:30 മണിക്ക് അവിടുത്തെ ഒരു മാഡം എന്നെ വിളിക്കുകയാണ്, കൗൺസിലറെ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്, ഈ പെട്ടിക്കടയ്ക്ക് മുമ്പ് നിങ്ങൾക്കൊന്നും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ? ഞാനിങ്ങനെ പറയുമ്പോൾ അയ്യോ 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 എന്ന് പറഞ്ഞ് ശബ്ദം കേൾക്കാൻ ഫോൺ കട്ടുപോയി. അവരെന്തെങ്കിലും ഉപദ്രവിച്ചതാണോ എന്താണ് സംഭവത്തിന് തിരിച്ചു വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഈ അയ്യോ 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 എന്നുള്ള വിളി മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ. അതുപോലെ ഈ പോലീസ് ഓഫീസർ പറഞ്ഞ മറ്റൊരു കാര്യം, പെൺകുട്ടികൾക്ക് ഇപ്പോൾ ജോലിക്ക് പോകാനൊന്നും വലിയ താല്പര്യമില്ല. രാവിലെ 8 മണിക്ക് പുറപ്പെട്ട്, വീട്ടിൽ നിന്ന് പുറപ്പെട്ട് 9:00 കയറി 5:00 കഴിഞ്ഞ് പിന്നെ വീട്ടിലെത്തുമ്പോൾ 7 മണി, കിട്ടുന്നത് അതിൽ 10,000 രൂപ, 12,000 രൂപ, കൂടിപ്പോയ 20,000 രൂപ. അദ്ദേഹം പേര് സഹിതം പറയാണ്, ഒരു 21 വയസ്സുള്ള പെൺകുട്ടി നല്ല ലാപ്ടോപ്പ് ബാഗൊക്കെ ഇട്ടിട്ട് വരും, എന്നിട്ട് വാട്ടർ മെട്രോൻ്റെ അവിടെ വന്ന് നിന്നിട്ട് ആൾക്കാരെ സോളിസിറ്റ് ചെയ്യും. അപ്പോൾ ആ കുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 1.5-2 മണിക്കൂറിൻ്റെ കാര്യമുള്ളൂ, 2,000 രൂപ 3,000 രൂപ കയ്യിലിരിക്കും. അപ്പോൾ ഒരു ദിവസം, ഒരു മാസം എത്രയായി? പിന്നെ എനിക്ക് വീട്ടിൽ പോകുക, സിനിമ കാണോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. അല്ല, ഇതിനകത്തൊരു പ്രശ്നം വെച്ചാൽ 2-3 വിഷയമാണ് നടക്കുന്നത്. ഒന്ന്, പോലീസിന്റെ ഈ ലോ എൻഫോഴ്സ്മെന്റ് അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഈ പറഞ്ഞതുപോലെ ഇതിന്റെ സോഴ്സ് എവിടെയാണ്, ആ സോഴ്സിലേക്കുള്ള ഒരു അന്വേഷണം അതുണ്ടാവുന്നില്ല ശരിക്കും. ജസ്റ്റ് നമ്മളുടെ ഈ മാധ്യമങ്ങളിലൂടെ ജനങ്ങളുടെ കണ്ണിൽ പൊഴിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവരെയും പിടിക്കും, ഉപയോഗിക്കുന്നവരെ കൊടുക്കുന്നവരെയും പിടിക്കും. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ ഇഷ്യൂ സോഷ്യൽ ഇഷ്യൂ ആണ്. ആ സോഷ്യൽ ഇഷ്യൂയിലേക്ക് നമ്മൾ പോകുന്നതേ ഇല്ല. നമ്മളിപ്പോൾ എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ ലഹരി വിരുദ്ധ സമരം, ലഹരി വിരുദ്ധ ധർണ. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ഈ കൊച്ചുകുട്ടികൾ ഇതിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ പെൺകുട്ടികൾ എന്തുകൊണ്ട് ഇതിലേക്ക് പോകുന്നത് എന്നുള്ള ആ ഒരു സോഷ്യൽ ഇഷ്യൂ ഉണ്ടല്ലോ. ആ സോഷ്യൽ ഇഷ്യൂയിലേക്ക് ഇപ്പം നമ്മുടെ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ പറഞ്ഞ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഒന്നും തന്നെ അതിലേക്കൊന്ന് ശ്രദ്ധ തിരിക്കാൻ പോലും പറ്റില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതിന് ഞാൻ പ്രതിയുടെ സ്ഥാനത്ത് അച്ഛനമ്മമാരെ കാണുള്ളൂ. ഞാൻ സ്കൂളുകളിൽ പോകുന്നൊരു വ്യക്തിയാണ്. ഏതോ ലോകത്ത് കണ്ണുകളായിട്ടിരിക്കുന്ന കുട്ടികളെയാണ് ഞാൻ കാണുന്നത്. കണ്ണുകൾ, ഇപ്പോൾ താങ്കളുടെ കണ്ണുകൾ ഞാൻ തെളിച്ചം കാണുന്നുണ്ട്, എൻ്റെ കണ്ണുകൾ താങ്കൾ കാണുന്നുണ്ട്. ഇതൊക്കെ ചത്ത മീനിൻ്റെ കണ്ണ് പോലെ. അപ്പം ഞാൻ ചോദിക്കും, 3ാമത്തെ റോയിലിരിക്കുന്ന 2ാമതിരിക്കുന്ന ആൺകുട്ടിയോടാണ് ഞാൻ സംസാരിക്കുന്നത്, അവനൊരു ബോധവുമില്ല. അപ്പം അപ്പുറത്തിരിക്കുന്നവനും ബോധമുണ്ടെങ്കിൽ എടാ നിന്നെക്കുറിച്ചാന്ന് പറയും.
ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിൽ നിന്ന് അവരെ മാറ്റണമെങ്കിൽ ആദ്യം അച്ഛനമ്മമാർക്ക് ഒരു താല്പര്യം ഉണ്ടാവണം. എൻ്റെ അടുത്തൊരു ഡോക്ടർ പറഞ്ഞതാണ്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വയറുവേദനയായിട്ട് കൊണ്ടുവന്നു. സ്കാൻ ചെയ്തപ്പോൾ 7 മാസം ഗർഭിണിയാണ്. അമ്മ അപ്പോഴേ ബോധം കെട്ടി വിടും. അപ്പം അമ്മയുടെ ജോലി കഴിഞ്ഞല്ലോ. അച്ഛൻ കിലുകിലാ പറയ്ക്കും, എന്ത് ചെയ്യാൻ പറ്റും? ആ ഡോക്ടറിനോട് ചോദിക്കുക, ഒരു പെൺകുട്ടിക്ക് 7 മാസം പീരിയഡ്സ് ആയില്ല എന്ന് അമ്മ അറിയണ്ടേ? തീർച്ചയായിട്ടും. എന്നോട് സാനിറ്ററി നാപ്കിൻ ചോദിക്കുന്നില്ലല്ലോ, അവൾക്ക് പോയി മേടിക്കാനോ പിടിക്കാനോ ഒന്നും പറ്റില്ല, ചോദിക്കുന്നില്ലല്ലോ. വയറ് വീർത്ത് വരുന്നത് ഒരു അമ്മ കാണില്ലേ? കാണുമോ? അമ്മ കാണുന്നില്ലേ? അപ്പൊ അമ്മ ഏത് ലോകത്താണ്? അച്ഛൻ ഏത് ലോകത്താണ്? വീട്ടിൽ വരാൻ കാത്തിരിക്കുകയാണ് അച്ഛനമ്മ. ഉടനെ മൊബൈൽ എടുത്ത് അങ്ങോട്ട് കയ്യിലേക്ക് പിള്ളേര് ജോലിക്കും കൊടുക്കും. കാരണം അവർക്കും ജോലി ചെയ്യണം. അതൊരു സോഷ്യൽ ഇഷ്യൂവിന്റെ റിഫ്ലക്ഷൻ കൂടിയാണ്. അവിടെ നമ്മൾ ഈ ആ പർട്ടിക്കുലർ അച്ഛനെയും അമ്മയും കുറ്റം പറയുന്നതിനൊപ്പം തന്നെ അല്ല അവരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ ഉപരി അവരെ അതിലേക്ക് നയിക്കുന്ന ഒരു സോഷ്യൽ ഇഷ്യൂ ഉണ്ട്. ആ സോഷ്യൽ ഇഷ്യൂയിലേക്ക് നമുക്ക് ഇപ്പോഴും യഥാർത്ഥ സോഷ്യൽ ഇഷ്യൂ എന്താണെന്ന് ഒരു കൃത്യമായിട്ട് നമുക്ക് എത്താൻ കഴിയുന്നില്ലാതാണ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വിഷയം എനിക്ക് തോന്നുന്നു. എൻ്റെ അടുത്തൊരു പത്രപ്രവർത്തകൻ, നല്ല സുന്ദരനൊക്കെയാണ് കേട്ടോ, ചെറുപ്പക്കാരനാണ്. ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അവൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഇതിനു വേണ്ടി. ഒരു സ്ത്രീ വന്ന് കൈ പിടിച്ചു. നല്ല 1500 രൂപയുള്ളൂ, നമുക്ക് വേഗം തന്നെ അടുത്ത ഹോട്ടലിലേക്ക് പോകാൻ. അവൻ കുതിറി ഓടി. കാരണം അവൻ്റെ സീനിയേഴ്സും കാര്യങ്ങളൊക്കെ ഇല്ല. നിനക്കെന്താ എത്ര പേടി എന്താ എന്ന് ചോദിക്കാൻ ആ സ്ത്രീ. അപ്പോ 1500 രൂപയുള്ളൂ വരാൻ പറഞ്ഞൊരു പത്രപ്രവർത്തകൻ ചായ കുടിക്കാൻ പുറത്തിറങ്ങിയതാണ് ഇലക്ഷന്റെ സമയത്ത്. അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് വലിച്ചിട്ട് അദ്ദേഹം, പിന്നെ ഞാൻ ചോദിച്ചു ഞാനിത് കൊടുക്കട്ടെ എന്ന്. അപ്പൊ അദ്ദേഹത്തിന് സീനിയേഴ്സ് പറഞ്ഞു, മുഖം കാണിക്കാതെ കൊടുക്കും, അല്ലെങ്കിൽ അവരുടെ ഇതിനൊരു പ്രശ്നമാവുമല്ലോ എന്ന്. ഇങ്ങനെ ഓരോ തരത്തിലും ഈ പോലീസ് ഓഫീസർ പറയാണ്, എൻ്റെ ഏരിയയാണ് റെഡ് സ്ട്രീറ്റ്. ഞാൻ മേയറോട് പറഞ്ഞു, സ്വാമി ചിന്മയാനന്ദ റോഡെന്നാണ് പേര്, അദ്ദേഹത്തിന്റെ ആത്മാവ് അവിടെ കിടന്ന് ഞെരിപിരി കൊണ്ടുണ്ടാവും, അത് മാറ്റി റെഡ് സ്ട്രീറ്റ് ഏരിയ എന്നാക്കിക്കോളൂ എന്ന്. അപ്പോൾ ഈ പോലീസ് ഓഫീസർ എന്നോട് പറയാണ്, UP-ക്കാരുടെ ഒരു ഗ്രൂപ്പുണ്ട്, നോർത്ത് ഇന്ത്യൻ മണിപ്പൂറും അങ്ങനത്തെ ഉള്ളവരുടെ ഗ്രൂപ്പുണ്ട്, തമിഴന്മാരുടെ ഗ്രൂപ്പുണ്ട്, ആന്ധ്രക്കാരുടെ ഗ്രൂപ്പുണ്ട്, കേരളക്കാരുടെ ഗ്രൂപ്പുണ്ട്. ഈ എന്താണ് നമ്മളുടെ ഇത് അനാശാസ്യം എന്ന് പറയാൻ പാടില്ല കേട്ടോ, അതിപ്പോൾ സെക്സ് വർക്കേഴ്സ്, സെക്സ് വർക്കേഴ്സിൻ്റെ ഗ്രൂപ്പുണ്ട്. അപ്പം ഞാനൊരു ദിവസം അറിയാണ്ട്, ഞാൻ എല്ലാത്തിനും ചാടി ഇടപെടുമല്ലോ, 2 സ്ത്രീകൾ അവിടെ നിൽക്കുന്നു. രാത്രി 8 മണിയായി. ഞാൻ ചോദിച്ചു, ഞാൻ കൊണ്ടാക്കണോ? കാറുണ്ടല്ലോ. അല്ല, ഞങ്ങൾ വർക്ക് കാത്ത് നിൽക്കുക. അപ്പം ഞാൻ കൊണ്ടാക്കാം. അവർക്ക് പേടിയാവണ്ടാന്ന് തോന്നാൻ വേണ്ടി ഞാൻ പറഞ്ഞു കൗൺസിലറാണെന്ന്. ഞങ്ങൾ സെക്സ് വർക്കേഴ്സാണ്, വർക്ക് കാത്ത് നിൽക്കുകയാണ്, മാഡത്തിൻ്റെ നമ്പർ തരുന്നത്. ഞാൻ എങ്ങനെ പറന്നു എന്ന് എനിക്കറിയില്ല. കൂളായിട്ട്. ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞ പോലീസിന് ഇന്റർഫിയർ ചെയ്യാൻ പറ്റില്ല. ഒരു വലിയൊരു പ്രശ്നം ഈ സെക്സ് വർക്കിംഗ് എന്നുള്ള പേര് നമ്മളുടെ ഇവിടുത്തെ ഈ സോ കാൾഡ് ഈ പറഞ്ഞ പോലെ പുരോഗമനക്കാർ കൊണ്ടുവന്ന് അടിച്ചേൽപ്പിച്ചൊരു സാധനമാണ്. അതിന്റെ പിന്നിൽ വേറെ NGOs ഉണ്ട്. അതിഥി തൊഴിലാളി പോലെ. അതിഥി തൊഴിലാളി, ഞങ്ങളുടെ എന്താണ് വേസ്റ്റ് എടുക്കുന്ന തൊഴിലാളി, എന്തിനാ നീ ഇവിടെ കൊണ്ട് വേസ്റ്റ് ഇട്ടേന്ന് ചോദിച്ചതിന് അടിച്ച് തമ്പോറാക്കി. നിങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലേ ഞങ്ങൾ അതിഥികളാണെന്ന്? അതിഥികളോട് നിങ്ങൾ ഇങ്ങനെയാണ് പെരുമാറുക, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യും. അടിച്ച് തമ്പോറാക്കി എൻ്റെ വേസ്റ്റ് എടുക്കുന്ന ഹരിതകർമ്മസേനയിലെ ആളെ അതിഥികളാണെന്ന്. അപ്പൊ നമ്മൾ തന്നെ ഓരോ വാക്കുകൾ കോയിൻ ചെയ്യുന്നു, അവർ അർഹിക്കുന്നതും അർഹിക്കാത്തതുമായ. ഉദാഹരണത്തിന് വ്യഭിചാരം എന്നുള്ള ഒരു വാക്ക് ഇവർ ചെയ്യുന്നത് തന്നെയല്ലേ? അതെ. ആ വ്യഭിചാരം എന്നുള്ള വാക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സൊസൈറ്റിയിൽ ചില വാക്കുകൾ നമ്മൾ മാറ്റി പ്രതിഷ്ഠിക്കുമ്പോൾ വളരെയധികം ആലോചിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ വേശ്യ എന്ന് പറഞ്ഞിരുന്നതാണ് ഇപ്പൊ സെക്സ് വർക്കർ. അതെ. അപ്പൊ അവിടെ ഈ സെക്സ് വർക്കർ എന്ന് പറയുമ്പോഴത്തേക്ക് അവരെന്തോ ഒരു എലിവേഷൻ കൊടുക്കുകയാണ്. എക്സാക്ട്ലി. ഒരു ഗ്ലോറിഫൈ ചെയ്യാൻ, ഒന്ന് മാഗ്നിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഗ്ലോറിഫൈ ചെയ്യുന്നത്. ഈ പോലീസ് ഓഫീസർ അതാ പറഞ്ഞു, ഈ സോഷ്യൽ ഇഷ്യൂയിലേക്ക്, ഇവിടെയൊക്കെയാണ് ഈ സോഷ്യൽ ഇഷ്യൂവിന് എതിരെ വെച്ചൊരു ചിന്ത ഈ വിഷയത്തിലേക്ക് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. എൻ്റെ ഡിവിഷനിൽ അദ്ദേഹം പറയായിരുന്നു, ഭാര്യ അമ്പലത്തിൽ പോയിട്ട് ദീപാരാധന കഴിഞ്ഞ് വരുമ്പോൾ കിട്ടുന്ന മുല്ലപ്പൂവ് പൂവൊന്നും തലയിൽ വെച്ചുകൊണ്ട് വരും. അതൊക്കെയാണ് ഇവരുടെ ഓരോ മാർക്കുകൾ. വീട്ടിൽ വന്നിട്ട് നീ പൂവോ എന്ത് വേണമെങ്കിലും വെച്ചോ, റോഡിൽ കൂടെ നടന്ന് വന്നിട്ട് എനിക്ക് ഇനി നിന്നെ റിലീസ് ചെയ്യാനായിട്ട് അയ്യോ ചേട്ടാന്നും പറഞ്ഞ് എന്നെ വിളിക്കല്ലേ എന്ന് അത്ര പോലും. അവിടെയാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് തോന്നുന്നു നമ്മളുടെ ഈ ചർച്ച ഇവിടെ അവസാനം ഈ സോഷ്യൽ ഇഷ്യൂവിൻ്റെ ആ സൂക്ഷ്മമായ തലത്തിൽ നിന്ന് അതിലേക്ക് നമ്മൾ പോകാത്തിടത്തോളം കാലം ഈ ഇഷ്യൂ നമുക്ക് ഒരിക്കലും അഡ്രസ്സ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു കാര്യം കൂടെ പറ്റി പോലീസ് ഓഫീസർ പറഞ്ഞാണ്, ഇവര് എന്താണ് ആരെത്തെങ്കിലും ഇന്റർഫിയർ ചെയ്ത് അവരുടെ സദാചാര പോലീസിംഗ് ആയി തിരിഞ്ഞു നിന്ന് ഈ പോലീസ് ഓഫീസറുടെ പേരും മുഖവും കൂടെ ഫോട്ടോ എടുക്കുക. പിറ്റേ ദിവസം വരുമ്പോൾ ഇവരത്തെ എക്സ്പ്ലനേഷൻ ചോദിക്കുകയാണ്. ഇവരുടെ കൈകൾ ടൈഡാണ്, പോലീസ് ഓഫീസേഴ്സിന്റെ കൈകൾ ടൈഡാണ്, ഇവരുടെ ഉള്ളിൽ നർക്കോട്ടിക്സ് എല്ലാം ഉണ്ടാവുമായിരിക്കും. പക്ഷേ ആ പെൺകുട്ടിയെ തിരിഞ്ഞു നിന്ന് ഫോട്ടോ എടുത്ത് ആക്കി കഴിഞ്ഞാൽ ഈ സോഷ്യൽ കണ്ടീഷനിങ്ങിന്റെ അപകടമാണ് ഇതല്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ആ പ്രൈമറിലി ആ ഒരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് മറ്റേതൊക്കെ നിയമം അതിൻ്റെതായ വഴിക്ക് പോയാൽ മതി.
അപ്പോൾ ആ രീതിയിലേക്ക് ആ ഒരു സോഷ്യൽ ഇഷ്യൂവിലേക്ക് കറക്റ്റായിട്ട് നമുക്ക് എന്ന് എത്താൻ കഴിയുന്നു അപ്പോൾ പക്ഷെ എനിക്ക് മാത്രമേ. തോന്നുന്നു നമ്മളെപ്പോലെ മുതിർന്ന പൗരന്മാര്, അച്ഛനമ്മമാര് കുറച്ചും കൂടെ സോഷ്യലി കോൺഷ്യസ് ആയിട്ട് വെറുതെ ഓട്ടം ചാട്ടം പ്രയാണം ഒന്നും അല്ലാണ്ട് കുട്ടികളിലേക്ക് കുറച്ചും കൂടെ അടുത്ത് ചേർന്നിരിക്കുക, അവരെ ചേർത്ത് പിടിക്കുക, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു പരിധിവരെ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്നെങ്കിലും അച്ഛനമ്മമാർക്ക് മനസ്സിലാവില്ലേ, തീർച്ചയായും. മകൾ ഗർഭിണിയാണെന്ന് മനസ്സിലാവില്ലേ. അതാണ് കുറച്ച് സമയം കുട്ടികൾക്ക് മാറ്റിവെക്കുക. തീർച്ചയായിട്ടും ഒരു ഭക്ഷണമെങ്കിലും ഒരുമിച്ച് കഴിക്കുക, അല്ലേ? തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.